പ്രസാദ്, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം വലിയ രീതിയിൽ നേരത്തെ ബാരിക്കേഡിൽ മുകളിലൊക്കെ കയറി പ്രതിഷേധിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. തമ്മിൽ പോലീസുമായുള്ള വാക്കേറ്റമൊക്കെ ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള നീക്കം, പോലീസ് ആ ഒരു വാക്കേറ്റം വലിയൊരു പ്രതിഷേധ രീതിയിലേക്ക് നിന്നും പിൻവാങ്ങിയിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, BJP നേതാക്കൾ ഇടപെട്ട് ഈ പോലീസിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തകരെ അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. ഒരു വലിയ സംഘർഷ സാധ്യതയുടെ നിമിഷങ്ങളായിരുന്നു കടന്നുപോയതെങ്കിലും പോലീസിന്റെ സംയമനം അതെടുത്ത് പറയേണ്ടതാണ്. പോലീസ് ഒരു ലാത്തിച്ചാർജ് ഉണ്ടാക്കി വീണ്ടും സ്വർണ്ണമോഷണം വാർത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുപോലെയാണ് പോലീസിന്റെ പ്രതികരണം. പോലീസിനെ ഇത്രയേറെ പ്രകോപിച്ചിട്ടും ഒരു വലിയ സംഘർഷത്തിലേക്ക് പോയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ശക്തമായ ലാത്തിച്ചാർജിലേക്ക് കടക്കേണ്ടതായിരുന്നു. 2 തവണയാണ് പോലീസ് ലാത്തിച്ചാർജ് തുടങ്ങിയതെങ്കിലും അപ്പോൾ തന്നെ അത് അവസാനിപ്പിക്കുകയായിരുന്നു. പതിവിൽ നിന്ന് വിപരീതമായി 100 കണക്കിന് പ്രവർത്തകരാണ് വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയത്. ആ മുദ്രാവാക്യം വിളികളുമായി ഓടിയെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നവരെ സംയമനത്തോടെ നിന്ന പ്രവർത്തകർ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. പോലീസിന്റെ ഇടയിലേക്ക് ചാടിക്കയറുകയായിരുന്നു. പരിക്കേറ്റ ഒരു പ്രവർത്തകനെ ഇപ്പോൾ ആംബുലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. നമ്മൾ ഈ നിൽക്കുന്നത് MG റോഡിന്റെ നടുവിലാണ്. കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെയായി ഇതുവഴിയുള്ള വലിയ രീതിയിലുള്ള പരിക്കാർക്കെങ്കിലുമുണ്ടോ? ചില പ്രവർത്തകരുടെ കാലിലും തലയിലുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആ പ്രവർത്തകരെയാണ് ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ചിലരുടെ തലയിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസിന്റെ ഒരു വലിയ ലാത്തിച്ചാർജ് ഇന്നിവിടെ നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിഞ്ഞു പോയിട്ടില്ല. MG റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരുണ്ട്. ആ കാലിൽ മുറിവേറ്റ ഒരു പ്രവർത്തകരെ നമുക്ക് കാണാം. ഇതുപോലെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ സമരത്തിൽ എന്നതാണ്. അവരെയാണ് ഇപ്പോൾ ആംബുലൻസിൽ ഓരോരുത്തരെയായി കൊണ്ടുപോകുന്നത്. ഇപ്പോഴും പോലീസിന് നേരെ കുപ്പിയെറിയുന്നത് കാണാം. ആ പ്രകോപനം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ജലപീരങ്കിയോട് ചേർന്ന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് പ്രവർത്തകർ കയറുകയാണ്. ഇപ്പോഴും സംഘർഷത്തിന് പൂർണ്ണമായി അയവ് വന്നു എന്ന് പറയാൻ കഴിയില്ല. ഏത് നിമിഷവും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. പോലീസിന്റെ ഷീൽഡ് വലിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമുണ്ട്. പോലീസ് തള്ളി മാറ്റുന്നുണ്ട് പ്രവർത്തകരെ. ലാത്തിച്ചാർജിലേക്ക് പോകാനുള്ള ഒരു ശ്രമം പ്രവർത്തകരെ തള്ളി മാറ്റുകയാണ്. കഴിഞ്ഞ കുറേ സമയമായി ഒരു സംഘർഷത്തിലേക്ക് പോകാതിരുന്ന പോലീസാണ് ഇപ്പോൾ വീണ്ടും പ്രവർത്തകരെ തള്ളി മാറ്റാനുള്ള ശ്രമം നടത്തിയോടുകൂടി കൂടുതൽ പ്രവർത്തകർ ഓടിയെത്തുകയായിരുന്നു. ഒരു ലാത്തിച്ചാർജിലേക്ക് പോയില്ല, പകരം അവരുടെ ഷീൽഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർ കൊടി കെട്ടിയ വടി പോലീസിന് നേരെ എറിയുകയാണ്. ഒരു ലാത്തിച്ചാർജിനുള്ള സാധ്യത കാണുന്നു. വീണ്ടും ജലപീരങ്കി ഒരുപക്ഷെ പ്രയോഗിച്ചേക്കാം. പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. പോലീസിന് നേരെ തിരിയുകയാണ് പ്രവർത്തകർ. സംയമനം പാലിച്ചുകൊണ്ടാണ് പോലീസിന്റെ നീക്കം എന്നുള്ളത്. ഗതാഗതം ഉൾപ്പെടെ സ്തംഭിച്ചൊരു സാഹചര്യത്തിലേക്കും കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത്രയും സമയം പോലീസിന് നേരെയും പ്രകോപനം ഉണ്ടായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. അത്രയും സമയം സംയമനം പാലിച്ചുകൊണ്ടുള്ള നീക്കം തന്നെയാണ് പോലീസും നടത്തിയത്. എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണല്ലേ? അത് തന്നെയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പോലീസിനിടയിലേക്ക് കയറാനുള്ള ഒരു ശ്രമമുണ്ടായി. എപ്പോഴാണ് പോലീസ് ഷീൽഡ് ഉപയോഗിച്ച് തള്ളി മാറ്റിയത്. ഒരു ലാത്തിച്ചാർജിനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും മറ്റ് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ആ ബാരിക്കേഡിനോട് ചേർന്നുള്ള പോലീസിന്റെ ഇടയിലേക്ക് കയറിയ ഭാഗത്തു നിന്ന് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നു. മുദ്രാവാക്യം വിളിച്ചു പോയ പ്രവർത്തകർ നോർത്ത് ഗേറ്റിന് മുന്നിൽ MG റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം അധികമായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. റോഡിൽ നിറയെ യുവമോർച്ച പ്രവർത്തകരും അതുപോലെ പോലീസുമാണ്. ശക്തമായ പ്രതിഷേധം സർക്കാരിനെതിരെ ഉയർത്തുന്ന